രൂപതകളിലൂടെ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പതിവ് പോലെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നത് റോമൻ കത്തോലിക്ക സഭ ലത്തീൻ സഭയിലെ കണ്ണൂർ രൂപതയുടെ ചരിത്രവിശേഷങ്ങളാണ്. കോഴിക്കോട് രൂപതയിൽ നിന്നാണ് കണ്ണൂർ രൂപത ജന്മം കൊണ്ടിട്ടുള്ളത്. രൂപതാ ചരിത്രം, അജപാലനം, ആതുര സേവനം, വിദ്യാഭ്യാസം, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ രൂപതാ മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ അലക്സ് വടക്കുംതല പിതാവിൻ്റെയും മറ്റു വൈദികരുടെയും വാക്കുകളിലൂടെ നമുക്ക് തിരിച്ചറിയാം. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് 1998 നവംബർ മാസം 5-ാം തീയതി കോഴിക്കോട് രൂപതയെ വിഭജിച്ച് കണ്ണൂർ രൂപത പുതിയതായി സ്ഥാപിതമാക്കിയത്. വളരെ അനുഗ്രഹീതമായ ഒരു സാംസ്കാരിക പാരമ്പര്യമുള്ള ഈ പ്രദേശത്തിന് സഭാപരമായും ധന്യമായ ഒരു ചരിത്രമുണ്ട്. കണ്ണൂർ രൂപത സ്ഥാപിതമായിട്ട് ഔദ്യോഗികമായി ഈ 2023 25 വർഷം പൂർത്തിയാക്കിയിട്ടുള്ളുവെങ്കിലും കഴിഞ്ഞ 5 നൂറ്റാണ്ടിനപ്പുറമുള്ള ഒരു വിശ്വാസ പൈതൃകം ഈ രൂപതയ്ക്കുണ്ട്. പ്രഥമ മെത്രാനായി ഇപ്പോൾ കോഴിക്കോട് രൂപതയുടെ അധ്യക്ഷനായ വർഗീസ് ചക്കാലക്കൽ പിതാവാണ് നിയമിതനായത്. പിതാവ് ഇവിടുത്തെ വൈദികരുടെയും സന്യസ്തരുടെയും അൽമായരുടെയും ഒക്കെ സഹകരണത്തോടെ ഈ പ്രദേശത്തെ തന്നെ അഭൂതപൂർവമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കി. തൻ്റെ ത്യാഗത്തോടെ, കണ്ണീരോടെ, കഷ്ടപ്പാടെ, നിരന്തരമായ പ്രാർത്ഥനയോടെ ഇന്നിപ്പോൾ ഈ ഒരു ചരിത്രം പങ്കുവയ്ക്കാൻ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് കണ്ണൂർ രൂപതയുടെ ബിഷപ്സ് ഹൗസാണ്. ഇത് ചക്കാലക്കൽ പിതാവ് പണിതിയതാണ്. ഭരണശ്ശേരിയിലെ ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ വളരെ സമ്പന്നമായ ഒരു ചരിത്രം, പ്രത്യേകിച്ച് പരിശുദ്ധത്വത്തിൻ്റെ അഭൂതപൂർവമായ അത്ഭുതകരമായ ഇടപെടൽ. ഒരു പോർച്ചുഗീസ് നാവിക കപ്പൽ കാറ്റിലും കോളിലും ഉലഞ്ഞ നിമിഷത്തിൽ അവർ പ്രാർത്ഥിച്ചു. അങ്ങനെ സാന്ത ട്രിനിത്ത എന്ന ആ കപ്പൽ വന്നെടുത്തത് സുരക്ഷിതമായി കരക്കടുത്ത സ്ഥലത്ത് അവർ കപ്പേള പണിതു. പിന്നീട് അല്പം വലിയ ദേവാലയമായി ഇന്നിപ്പോൾ കത്തീഡ്രലായി. ഭരണശ്ശേരിയിലെ ആ കത്തീഡ്രൽ ഉൾപ്പെടെ പല ദേവാലയങ്ങളും പല വൈദിക മന്ദിരങ്ങളും ഒക്കെ പണിതുയർത്തിയത് അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവാണ്. ഈ കണ്ണൂർ തന്നെ ഹോളി മൗണ്ട് എന്ന ഒരു മാനസിക രോഗികൾക്കുള്ള പുനരധിവാസ കേന്ദ്രമുണ്ട്. അത് ഒരു കൂട്ടം അൽമായരുടെ സഹകരണത്തിൻ്റെ, പരസ്പരമുള്ള സമർപ്പണത്തിൻ്റെ ഒക്കെ അടയാളമായി തുടങ്ങിയതാണെങ്കിലും പിന്നീട് ചക്കാലക്കൽ പിതാവ് അത് വളർത്തിക്കൊണ്ടുവരുവാൻ ത്യാഗമെടുത്തു. കണ്ണൂർ രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമാണ് കെയ്റോസ്. ഈ രൂപത തുടങ്ങിയ ആ കാലഘട്ടത്തിൽ തന്നെ ജാതി മത വർണ്ണവർഗ ഭേദമന്യേ എല്ലാവർക്കും ഈ രൂപതയുടെ ആശ്വാസത്തിന് തണലിൽ അനുഗ്രഹീതരായി തീരണം, അവർ ജീവിതം സമ്പന്നമാകണമെന്നുള്ള വലിയ വീക്ഷണത്തിൻ്റെ അടയാളമാണ് കെയ്റോസ് എന്ന ആ സാമൂഹ്യ സേവന വിഭാഗം. പിലാത്രയിൽ ഒരു കോളേജുണ്ട്. അതും ചക്കാലക്കൽ പിതാവിൻ്റെ കാലത്ത് ഇപ്പോൾ കണ്ണൂർ രൂപതയുടെ വികചനലായ മോൺസിഞ്ഞോർ ക്ലാരൻസ് പാലിയത്ത് അദ്ദേഹത്തിൻ്റെയും ഈശോ സഭാ വൈദികരായ പ്രത്യേകിച്ച് പി മാത്യു അച്ഛനെ പോലെയുള്ളവരുടെ ഒക്കെ വലിയ സമർപ്പണത്തിൻ്റെ പ്രതീകമായിട്ടാണ് പിലാത്രയിൽ ഈ ഒരു കോളേജ് ഉയർന്നു നിൽക്കുന്നത്. അങ്ങനെ വിദ്യാഭ്യാസത്തിലും സാമൂഹ്യ സേവനത്തിലും ശുശ്രൂഷയിലുമൊക്കെ എല്ലാവിധത്തിലും ഈ രൂപത വളരുന്നു. അദ്ദേഹം കോഴിക്കോട് രൂപതയുടെ സാരഥ്യമേൽക്കും എന്ന അവസരത്തിലാണ് എളിയവനായ എന്നെ ഫ്രാൻസിസ് പാപ്പ ഈ ഒരു പുതിയ നിയോഗം കണ്ണൂർ രൂപതയുടെ അജപാലന ശുശ്രൂഷ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷമായി ദൈവത്തിൻ്റെ അനന്തമായ പരിപാലന, ഇവിടെയുള്ള ജനങ്ങളുടെ വലിയ
സഹകരണം, അതുവഴി ഈ രൂപത മുന്നോട്ട് പോകുന്നു. ഈ രൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കത്തീഡ്രൽ ഭരണശ്ശേരിയിലാണെങ്കിലും ചിറക്കൽ മിഷൻ പ്രദേശം. ഈ ചിറക്കൽ മിഷനെ പറ്റി ഓർക്കുമ്പോൾ, പ്രത്യേകിച്ച് കോഴിക്കോട് രൂപതയുടെ മുൻ ബിഷപ്പായിരുന്ന ഇറ്റാലിയൻ ജെസ്യൂട്ട് സഭാംഗമായിരുന്ന ആൽദോ മരിയ പത്രോണിയുടെ നാമം നമുക്ക് വിസ്മരിക്കാനാവില്ല. കാരണം ചിറക്കൽ മിഷന്റെ വസന്തകാലം യഥാർത്ഥത്തിൽ പത്രോണി പിതാവിൻ്റെ കാലഘട്ടമായിരുന്നു. ആർച്ച് ബിഷപ്പ് തോമസ് മേനാമ്പറമ്പിലിൻ്റെ ഒരു പുസ്തകമുണ്ട്, ടു അറ്റംപ്റ്റ് ദ ഇംപോസിബിൾ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. അതായത് യേശു തൻ്റെ 12 ശിഷ്യന്മാരെയും സുവിശേഷ ദൗത്യവും ഏൽപ്പിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ സാന്ത്വന സുവിശേഷം പ്രചരിപ്പിക്കാൻ, സൗഖ്യം കൊടുക്കാൻ പുതിയ ദൗത്യമായി നൽകിയപ്പോൾ യഥാർത്ഥത്തിൽ ഈ 12 ശിഷ്യന്മാർക്ക് ഒരു അറ്റംപ്റ്റ് ദി ഇംപോസിബിൾ, അസാധ്യമായ ഒന്നിനു വേണ്ടിയുള്ള സമർപ്പണമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ വിശാലമായ അന്നത്തെ കോഴിക്കോട് രൂപതയുടെ ഈ വടക്കേ അറ്റത്തിലുള്ള പ്രദേശം വളർത്തിയെടുക്കുക എത്രയോ ശ്രമകരമായ ഒരു ത്യാഗത്തിൻ്റെ ഓർമ്മയാണ്. വിശാലമായ ഭൂപ്രദേശം, പരിമിതമായ വൈദികരും സമർപ്പിതരും അൽമായ നേതാക്കളും, ഭൗതിക സാഹചര്യങ്ങൾ കുറവ്, അതോടൊപ്പം തന്നെ മറ്റു പലവിധത്തിലുള്ള വെല്ലുവിളികൾ. പക്ഷെ അതെല്ലാം അതിജീവിച്ചാണ് ഈ ചിറക്കൽ മേഖല വളർത്തിക്കൊണ്ടുവന്നതും. പ്രത്യേകിച്ച് ഈ ത്യാഗസമ്പന്നരായ മിഷണറിമാരുടെ സമർപ്പണം, അവരുടെ ജനങ്ങളോടുള്ള ആ പ്രതിജ്ഞാബദ്ധത, സുവിശേഷത്തിനു വേണ്ടിയുള്ള തീഷ്ണത, ഇതൊക്കെയാണ് ഈ പ്രദേശത്തെ സഭയെ ഇത്രയും സമ്പന്നമാക്കിയത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ കണ്ണൂർ രൂപത. ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവത്തിൻ്റെ പരിപാലന വളരെ പ്രത്യേകമായി ഈ ദൈവദാസരുടെയും ധന്യായ സിസ്റ്റർ സെലിൻ്റെയും ദൈവദാസൻ ലീനസ് മരിയ സുക്കോളിൻ്റെയും ദൈവദാസി മദർ പേത്രയുടെയും ഒക്കെ സ്വർഗസന്നിധിയിലുള്ള ആ മാധ്യസ്ഥ്യം ഈ രൂപതയ്ക്ക് അനുഗ്രഹമാണ്. ഈ മിഷണറിമാർ കാണിച്ചു തന്നിരുന്ന സമർപ്പണത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ആ പാത ഇനിയും പിന്തുടരേണ്ടിയിരിക്കുന്നു. ഇനിയും ഒത്തിരി ചെയ്തു തീർക്കാനുണ്ട്. അറ്റംപ്റ്റ് ദ ഇംപോസിബിൾ, അസാധ്യമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ സാധ്യമാക്കിയെടുക്കുക. ഒന്നും അസാധ്യമല്ലാത്ത ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ അവിടുത്തെ പദ്ധതി അനുസരിച്ച് നീങ്ങുമ്പോൾ എല്ലാം സുസാധ്യമാകും എന്നുള്ളതാണ് പ്രത്യാശ. കാരണം ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അവിടുത്തെ പരിപാലന ഈ പദ്ധതിയുടെ നിർവഹണത്തിൽ, നടത്തിപ്പിൽ എന്നും ഉണ്ടാകും. ഈ രൂപതയുടെ സ്വർഗീയ മധ്യസ്ഥ വരപ്രസാദനാഥയാണ്. ആ സ്വർഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ വരപ്രസാദ പൂർണിമ അമ്മ വഴി ഈ രൂപതയ്ക്ക് എന്നും ഉണ്ടാകും എന്നുള്ള പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത്. ഈ രൂപതയെ വഴി ഇനിയും ഈ ഇവിടെയുള്ള കത്തോലിക്ക വിശ്വാസികൾ മാത്രമല്ല, ഈ പ്രദേശത്തുള്ള വർഗ റീത്ത് അധീനമായ, മതത്തിനും രാഷ്ട്രീയത്തിനുമെല്ലാം അതീതമായ ഒരു സഹവർത്തിത്വം, അതുവഴി വളർച്ച, ഒരുമിച്ചുള്ള ആ തീർത്ഥാടനം ഉണ്ടാകട്ടെ എന്നാണ് പ്രത്യാശ. വരപ്രസാദനാഥയോട് പ്രാർത്ഥിക്കുന്നു, അമ്മേ മാതാവേ, ഒന്നും അസാധ്യമല്ലാത്ത ആ ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചതുപോലെ ഇതാ ഞങ്ങളും സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപാവര സമൃദ്ധി കുളിർമഴ പോലെ ഈ രൂപതയിലേക്ക് ഇനിയും പെയ്തിറങ്ങട്ടെ. അങ്ങനെ ഈ പ്രദേശത്ത് അനുഗ്രഹമായ, ഫലദായകമായ ഒരു ഭാവി ഉണ്ടാകട്ടെ. ഇത് കേട്ടിരുന്നതിന് നിങ്ങളെ ഒക്കെ ഓരോരുത്തർക്കും നന്ദി പറയുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കണ്ണൂർ രൂപത 25 വർഷങ്ങൾ മാത്രമേ സ്ഥാപിതമായിട്ടുള്ളെങ്കിലും ഏകദേശം 5 നൂറ്റാണ്ട് വരുന്ന ഒരു വിദ്യാഭ്യാസ ചരിത്രം കണ്ണൂർ രൂപതയ്ക്കുണ്ട്. പ്രധാനമായിട്ടും
16-ാം നൂറ്റാണ്ടിൽ തന്നെ തലശ്ശേരിയുള്ള ഹോളി റോസറി ദേവാലയത്തോടനുബന്ധിച്ച് ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്കൂള് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ അതിനുശേഷം ആ ഒരു കാലത്ത് സാർവത്രിക വിദ്യാഭ്യാസവും സ്ത്രീകളുടെ വിദ്യാഭ്യാസവും ഒക്കെ ഇല്ലാതിരുന്നൊരു കാലത്ത് ഈ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് പോലും മുൻഗണന കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ആയിരിക്കുന്ന ഇന്നത്തെ ബർണശ്ശേരി പള്ളി, ആ പള്ളിയിൽ 3 സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടു. ഒരെണ്ണം ആൺകുട്ടികൾക്ക്, ഒരെണ്ണം പെൺകുട്ടികൾക്ക്, ഒരെണ്ണം പൊതുവായൊരു സ്കൂള്. ഈ പെൺകുട്ടികൾക്കുള്ള സ്കൂളിലേക്ക് 1867 എപ്പസ്ലിക് കാർമൽ സിസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് ആ സ്കൂൾ ഇന്ന് സെൻറ് റീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ആൺകുട്ടികൾക്കുള്ള സ്കൂള് ഇന്ന് സെൻറ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് പ്രവർത്തിച്ചു വരുന്നു. രൂപത നിലവിൽ വന്നതിന് ശേഷം പല CBSE ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നമ്മൾ ആരംഭിക്കുകയുണ്ടായി. ഉദാഹരണമായിട്ട് സെൻറ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തളിപ്പറമ്പിലുള്ളത്, വീണ്ടും നെരുമ്പുറത്തുള്ള സെൻറ് ഫ്രാൻസിസ് അസീസി CBSE സ്കൂൾ. ഒപ്പം തന്നെ ഈ സ്കൂളുകളുടെ കൂട്ടത്തിൽ തന്നെ നിലവിലുണ്ടായിരുന്ന ചില സ്കൂളുകൾ നവീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനം സജീവമാക്കുകയും ആ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക്, രൂപതയിലെ മക്കൾക്ക് നല്ല അടിസ്ഥാന വിദ്യാഭ്യാസം കിട്ടുവാനും സമൂഹത്തിലുള്ള മറ്റുള്ളവർക്കും ആ വിദ്യാഭ്യാസം ലഭിക്കുവാനുള്ള സംവിധാനങ്ങൾ രൂപത വന്നതിന് ശേഷം പ്രധാനമായിട്ട് രൂപതയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു. 2006 പിലാത്രയിൽ ആരംഭിച്ച സെൻറ് ജോസഫ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. ആ കോളേജ് ഇന്ന് 13 കോഴ്സുകളുമായിട്ട് വളരെ മനോഹരമായിട്ട് യൂണിവേഴ്സിറ്റി ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു സ്ഥാപനമായിട്ട് മുന്നോട്ട് പോകുന്നു. ഒപ്പം കേരളത്തിലുള്ള ഒരേ ഒരു ആംഗ്ലോ ഇന്ത്യൻ എയ്ഡഡ് TTC അത് കണ്ണൂരിലാണ്. ആ സ്ഥാപനത്തിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ സെൻറ് വിൻസെൻസ് കോളനിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോടുള്ള TTC സ്കൂളിലും ഒറ്റപ്പാലത്തുള്ള TTC സ്കൂളിലുമൊക്കെ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നു. അതോടൊപ്പം സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ ഈശോസഭക്കാർ നടത്തുന്ന നിർമ്മല ITC അത് കാര്യമായിട്ടുള്ള സഹായം കുഞ്ഞുങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സെൻറ് മാർട്ടിൻ ഡി പോറസ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ചെറുകുന്നിൽ പ്രവർത്തിക്കുന്ന നഴ്സിംഗ് സ്കൂളും ഈ ഒരു വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ സഹായകമായിട്ടുണ്ടെന്ന് ഉള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഒരു വിശ്വാസ സമൂഹത്തെ ഏറ്റവും വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്നതും സജീവമാക്കുന്നതും അവരിലേക്ക് പുതിയ ഉണർവ് നൽകുന്നതും അൾത്താര കേന്ദ്രീകൃതമായ ആരാധനയാണല്ലോ, പ്രാർത്ഥനയാണ്. അതുകൊണ്ട് അതിന് കണക്കാക്കി ആരാധനയെ സജീവമാക്കുവാൻ ആവശ്യമുള്ള കാര്യങ്ങളിലാണ് അഭിമന്യ പിതാവ് കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യം. അതിനുവേണ്ടി പിതാവ് ചെയ്ത ഒന്ന്, രൂപതയിലെ എല്ലാ പള്ളികളിലും ഞായറാഴ്ചകളിലും മറ്റ് ദിവസങ്ങളിൽ ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഗാന മഞ്ജരി രൂപീകരിച്ചു. അതാണ് എല്ലാ പള്ളികളിലും ഉപയോഗിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ രൂപതയ്ക്ക് വേണ്ടി പൊതു ആവശ്യ സമയങ്ങൾ സ്വീകരിക്കാനായിട്ടൊരു രൂപത കൊയറുണ്ട്. ആ രൂപത കൊയറാണ് രൂപതയുടെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന പൊതു ആരാധനയിലെല്ലാം ഗാന ശുശ്രൂഷ നടത്തുക. അതുപോലെ തന്നെ ആരാധനാക്രമം കൂടുതൽ സജീവമാക്കുവാൻ വേണ്ടി കുടുംബ ലിറ്റർജി, അതിൻ്റെ പ്രത്യേകമായൊരു പുസ്തകം തയ്യാറാക്കി എല്ലാ ഭവനങ്ങളിലും രൂപത തന്നെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുടുംബ ലിറ്റർജിയിൽ സാധാരണ നമ്മുടെ കുടുംബങ്ങളിൽ നയിക്കുന്ന എല്ലാ പ്രാർത്ഥനകളുണ്ട്. സഭയിൽ നിന്ന് നിലവിലുള്ള പ്രധാനപ്പെട്ട നൊവേനകളുണ്ട്. ഞങ്ങളുടെ രൂപതയിൽ പ്രത്യേകിച്ചും ഒരു മരണം നടന്നു കഴിഞ്ഞാൽ അടുത്ത 7 ദിവസം ആ പരേതനായ വ്യക്തിയുടെ കുടുംബത്തിൽ ആ കുടുംബ യൂണിറ്റിലെയും അവരുടെ ബന്ധുമിത്രാദികളിലും എല്ലാം ഒരുമിച്ച് വന്ന് തുടർച്ചയായി 7 ദിവസം പ്രാർത്ഥിക്കും. അപ്പോൾ ഈ 7 ദിവസം ഉപയോഗിക്കാവുന്ന ഒരു ആരാധനക്രമവും കൂടി ഈ പുസ്തകത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജനങ്ങൾ ഉപയോഗിക്കുവാൻ, അനുദിനം ഉപയോഗിക്കുവാൻ അവരെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആരാധനയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേകിച്ചും തിരുനാളുകളോടൊക്കെ അനുബന്ധിച്ച് പലപ്പോഴും ആർഭാടങ്ങളുണ്ടാകും.
ആ ആർഭാടങ്ങൾ കുറയ്ക്കുന്ന കാര്യവും, മറിച്ച് വിശ്വാസികളുടെ പങ്കാളിത്തം കൂട്ടുന്ന കാര്യവും, ആഘോഷങ്ങളൊക്കെ അപ്പുറം പങ്കാളിത്തത്തോടുകൂടി തിരുനാളുകളും മറ്റും നടത്തുവാനായിട്ടുള്ള പ്രചോദനം കൊടുക്കാറുണ്ട്. ഇതാണ് ലിറ്റർജിക്കൽ കമ്മീഷൻ്റെ യഥാർത്ഥ പ്രവർത്തനങ്ങൾ. രണ്ടാമത് ഈ അജപാലനത്തിൽ വരുന്നതാണ് ബൈബിൾ കമ്മീഷൻ. കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാൻ അവരെ ബൈബിളിനോട് കൂടുതൽ അടുപ്പിക്കുക. സ്വാഭാവികമായിട്ടും അവർ ദൈവത്തോട് കൂടുതൽ അടുക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ബൈബിൾ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ. പിന്നെ അജപാലനത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മതബോധന രംഗം. മതബോധനത്താണ് വാസ്തവത്തിൽ രൂപതയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ആ മതബോധനം സജീവമാക്കുവാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുവാൻ കഴിയുന്നു, അത് മറ്റു രൂപതകൾ നടത്തുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് രൂപതയുടെ മതബോധന രംഗം കൂടുതൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് PTA സജീവമാക്കുന്നു. അതെല്ലാ ഇടവുകളിലും തന്നെ വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്ന രംഗമാണ്. ഇങ്ങനെ ഈ 3 മേഖലകൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി അജപാലന രംഗത്ത് നടത്തുന്നു. പിന്നെ അജപാലന രംഗത്ത് പിതാവ് എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് വൈദികർ ഭവനങ്ങൾ സന്ദർശിക്കണം. മിക്കവാറും എല്ലാ ഇടവകളിലെയും വൈദികർ വർഷത്തിൽ ഏറ്റവും കുറഞ്ഞത് 2 തവണയെങ്കിലും ഒരു കുടുംബം സന്ദർശിക്കുന്നു. ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, അഭിമന്യ പിതാവ് മെത്രാനായി ഇവിടെ വന്നതിന് ശേഷം രൂപതയിലെ ഏകദേശം 60% കുടുംബങ്ങളിൽ നേരിട്ട് ചെന്ന് അവരെ കണ്ട് സംസാരിച്ച് അവരോടൊപ്പം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ദൈവവിളി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനവും ഈ അജപാലനത്തിൽ വരുന്ന ഒന്നാണ്. അപ്പോൾ അതിനുവേണ്ടി വൈദിക സന്യസ്ത ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ഏകദേശം ഹൈസ്കൂൾ കഴിയുമ്പോൾ കുട്ടികളെ നമ്മൾ വിവിധ ക്യാമ്പുകൾ ഓരോ വർഷവും നടത്തുന്നു. അപ്പോൾ ആ ക്യാമ്പുകളിൽ പങ്കെടുക്കുമ്പോൾ ചെറിയൊരു പ്രചോദനം ഈ ജീവിതത്തിലേക്ക്, പ്രത്യേകമായ ദൈവങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് അവർക്ക് സഹായകരമാകുന്നുണ്ട്. പിന്നെ സുവിശേഷ പ്രഘോഷണ സമിതി, അത് നേരിട്ടുള്ള ഇവാഞ്ചലൈസേഷനത്തിന് കഴിയുന്നില്ല. രൂപതയിലെ ധ്യാന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് അത് ചെയ്തുകൊണ്ട് വരികയാണ്. അവിടെ ആ ധ്യാന കേന്ദ്രങ്ങളിൽ ആത്മായ ശുശ്രൂഷകർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. വൈദികർ അവരോടൊപ്പം ചേർന്ന് ഈ ധ്യാന ശുശ്രൂഷകളെ നന്നാക്കുന്നു. ഇപ്പോൾ നമുക്ക് രൂപതയിലൊരു ബെത്ലഹേം ധ്യാന കേന്ദ്രം പയ്യന്നൂരുണ്ട്. അവിടേക്ക് ആളുകൾ പോകുവാനും, അവിടേക്ക് മാത്രമല്ല മറ്റെല്ലാ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകുവാനും നമ്മളിപ്പോഴും പ്രോത്സാഹിപ്പിക്കും. ഒത്തിരി ആളുകൾ അവിടെയും വരുന്നുണ്ട്. പിന്നെ എക്യുമെനിസത്തിൽ മതാന്തര സംവാദം, നമ്മുടെ അഭിമന്യ പിതാവ് പോലെ അതിന് വളരെയധികം തൽപരനാണ്. എല്ലാ മതസ്ഥരുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുക. അപ്പോൾ സമൂഹത്തിൽ കലാപങ്ങൾ ഉണ്ടാകുന്നതിനൊരു തടസ്സമായിട്ട് മാറും. അങ്ങനെ നല്ലൊരു സൗഹൃദം എല്ലാ മതസ്ഥരുമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് അവരുടെ മനോഭാവങ്ങളെയൊക്കെ മാറ്റും. ഇങ്ങനെയുള്ള ചില പ്രവൃത്തികളാണ് അജപാലന സമിതിയുടെ കീഴിൽ രൂപതയിൽ നടത്തപ്പെടുന്നത്. രൂപതയുടെ അതേ പ്രായം തന്നെയാണ് കൈറോസിനുമുള്ളത്. കഴിഞ്ഞ 25 വർഷമായി കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിലുമായി ഇതിൻ്റെ പ്രവർത്തനം വ്യാപിച്ചു കിടക്കുന്നു. നാനാജാതി മതസ്ഥരെയും ഒരേ ക്രിസ്തു മനോഭാവത്തോടുകൂടി സ്വീകരിക്കുകയും സേവന താൽപര്യതയോടുകൂടി പ്രവർത്തിക്കുകയുമാണ് ഈ NGO തുടങ്ങുന്നത്. വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ കാലത്ത് ജന്മം കൊണ്ട ഈ NGO പിന്നീട് കാലാകാലങ്ങളിൽ ഉള്ള എല്ലാ ഡയറക്ടർമാരുടെയും പരിലാലനയും സംരക്ഷണവുമായി ആണ് 25 വർഷം പൂർത്തിയാക്കിയത്. ഇപ്പോൾ അഭിമന്യ അലക്സ് വടക്കുംതല പിതാവ് പ്രസിഡൻ്റായിട്ടുള്ള ഗവേണിംഗ് ബോഡിയാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. നാനാജാതി മതസ്ഥരുടെയും മേഖലകളിൽ പ്രത്യേകിച്ച് ദളിത് ക്രിസ്ത്യൻസ്, പിന്നോക്ക വർഗക്കാർ, സ്ത്രീകൾ, കുട്ടികൾ എന്നിവരുടെ എല്ലാ മേഖലകളിലും ആവശ്യാനുസരണം അവരുടെ ഉന്നമനത്തിനും പ്രവർത്തന മേഖലകൾക്കും എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നൽകിക്കൊണ്ടിട്ടാണ് ഈ സന്നദ്ധ പ്രവർത്തന മേഖല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കാരിത്താസ് ഇന്ത്യ, പോൾപിങ് ഇന്ത്യ, സേവ് എ ഫാമിലി തുടങ്ങിയ ഇൻ്റർനാഷണൽ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടിയും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് സന്നദ്ധ ഏജൻസികളുടെ സഹായത്തോടു കൂടിയും നിരവധി പ്രവർത്തനങ്ങൾ തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലുമായിട്ട് ഇതിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. ഏകദേശം 100-ലധികം കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണ സഹായം നൽകുവാനും 153-ലധികം
സാധാരണ കുടുംബങ്ങളെ സേവ ഫാമിലിയിൽ ഉൾപ്പെടുത്തുവാനും അതിലധികം 60ഓളം കുട്ടികൾക്ക് പഠന സഹായങ്ങൾ നൽകുവാനുമായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ എയ്ഡ്സ്, HIV എന്ന മാരക രോഗങ്ങൾക്കെതിരെ സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ ബോധവൽക്കരിക്കുവാനും രോഗം പിടിപെട്ടവരെ ചികിത്സിപ്പിക്കുവാനും പുനരധിവസിപ്പിക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ കണ്ണൂർ, കാസർഗോഡ്, മാഹി ഇടങ്ങളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുവാനും കുട്ടികളെയും മുതിർന്നവരെയും ബോധവൽക്കരിക്കുവാനും ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ ചികിത്സിപ്പിക്കുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ഈ സന്നദ്ധ സംഘടന നടത്തിയിട്ടുണ്ട്. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ ഫൗണ്ടേഷനിലൂടെ ഈ അടുത്ത കാലത്തായി 30ഓളം ഭവനരഹിതർക്ക് ഭവന സഹായം നൽകുവാനായിട്ട് സാധിച്ചു. അതുകൂടാതെ ഉർസ്ലൈൻ സന്യാസ സമൂഹവും DSS സന്യാസ സമൂഹത്തിൻ്റെയും സഹായത്തോടു കൂടി 30ലധികം കുടുംബങ്ങൾക്കും വേറെയും ഭവന നിർമ്മാണ സഹായങ്ങൾ നൽകുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം 1 മുതൽ 10 വരെയുള്ള നിർധന കുടുംബത്തിലെ കുട്ടികൾക്ക് 10 വർഷത്തോളം പഠന സഹായങ്ങളും അനുബന്ധിച്ചുള്ള സഹായങ്ങളും നൽകുന്നുണ്ട്. അതുകൂടാതെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിചരിക്കുവാനും അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കുവാനുമായിട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നു. കാഴ്ച ശേഷി നഷ്ടപ്പെട്ടവരെ, കേൾവിശേഷി നഷ്ടപ്പെട്ടവരെയും ചികിത്സിക്കുന്ന പ്രത്യേക സംവിധാനവും നമ്മുടെ ഈ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിലൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിലെ നാനാജാതി മതസ്ഥരുടെയും ജാതിമത ഭേദമന്യേ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ, അവശ്യ മേഖലകളിൽ, രോഗ മേഖലകളിൽ, അവരുടെ എല്ലാ മേഖലകളിലും സമഗ്രമായ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ടിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ NGO നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയിരത്തി 1951 സ്ഥാപിച്ച മാർട്ടിൻ ഡിപ്പോറസ് ഹോസ്പിറ്റലായിരുന്നു ആതുര സേവന രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാൽവെപ്പ് എന്ന് പറയുവാനായിട്ട് കഴിയുന്നത്. ഇറ്റാലിയൻ മിഷണറി സിസ്റ്ററായിരുന്ന മദർ സാല കനോഷ്യൻ സന്യാസ സമൂഹത്തിലെ സിസ്റ്ററായിരുന്നു. അവരുടെ സമൂഹമാണ് ഈ ഒരു ആശുപത്രി സ്ഥാപിച്ചത്. ഇപ്പോൾ അത് ഏകദേശം 150ഓളം ബെഡുകളുള്ള ഒരു ഹോസ്പിറ്റലായി രൂപാന്തരപ്പെടുകയും അതിനുശേഷം 2000 ആണ്ടുകൾ ആകുമ്പോഴത്തേക്കും ഏകദേശം 200 കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നേഴ്സിംഗ് കോളേജ് ആയിട്ട് അതിനെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ BSc നേഴ്സിങ്ങും ജനറൽ നേഴ്സിങ്ങും വിഭാഗത്തിൽ 200ഓളം കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. തുടർന്നൊരു വികസന പ്രവർത്തനം എന്ന രീതിയിൽ അവിടെ വളർന്നു വന്നിട്ടുള്ള മറ്റ് ഇതര സ്ഥാപനങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾ, മെൻ്റലി ചാലഞ്ചറായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള പരിചരണങ്ങൾക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളും അവിടെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മിനിസ്ട്രി എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റേഴ്സ് നടത്തുന്ന ഈ ഒരു മിനിസ്ട്രിയാണ്. അതുകൂടാതെ തന്നെ തളിപ്പറമ്പിലെ പട്ടുവം എന്ന് പറയുന്ന സ്ഥലത്ത് ദീനസേവന സമൂഹത്തിലെ സന്യാസ സമൂഹത്തിലെ സിസ്റ്റർമാരുടെ നേതൃത്വത്തിൽ വളരെ സുദീർഘമായ ആതുര സേവന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ പ്രധാനമായിട്ടും അവിടുത്തെ പ്രവർത്തനങ്ങളിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് ഈ മെൻ്റലി ചാലഞ്ചറായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ ആരാലും നോക്കാനില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക്, പ്രായപൂർത്തിയായവർക്ക്, സ്ത്രീകൾക്ക്, ഇങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള സ്ഥാപനങ്ങളും അവരവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. വളരെ പ്രധാനമായിട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള, ആരോരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ബാലഭവനങ്ങളും അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആതുര സേവന രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവയ്പ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നി. ഈ പ്രവർത്തനങ്ങളൊക്കെ കണ്ണൂർ രൂപത രൂപീകൃതമാകുന്നതിന് മുമ്പേ കോഴിക്കോട് രൂപതയിൽ ആയിരുന്ന കാലഘട്ടം മുതൽ രൂപീകൃതമായിക്കൊണ്ടിരുന്ന നിലവിലുണ്ടായിരുന്ന സംവിധാനങ്ങളാണ്. അതുകൂടാതെ തന്നെ രൂപതയുടെ ഒരു പ്രധാനപ്പെട്ട കാൽവയ്പ് എന്ന് പറയുന്നത് ഹോളി മൗണ്ട് മെഡിക്കൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ രൂപീകരണമായിരുന്നു. വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറയുവാനായിട്ട്
2012 മുതൽ കാലഘട്ടങ്ങളിൽ അതിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടി വിപുലമാക്കി അതൊരു ഹോസ്പിറ്റൽ സംവിധാനത്തിലേക്ക് വളരുവാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഏകദേശം 80ഓളം വരുന്ന ആളുകൾ അവിടെ ഇമേറ്റ്സ് ആയിട്ടുണ്ട്. എല്ലാവരും മെൻ്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. വളരെ പ്രത്യേകമായിട്ട് പറയുന്നത്, അവിടെ തെരുവുകളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട വ്യക്തികളെയാണ് അവിടെ നമ്മൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. പോലീസുകാരുടെയും സിറ്റി അധികാരികളുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള വ്യക്തികൾ കൊണ്ടുതരുന്ന ആളുകളെയാണ് നമ്മളവിടെ സ്വീകരിച്ചിട്ടുള്ളത്. വളരെ സുത്യർഹമായ ഒരു സേവനമാണ് ഈ ഒരു സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ രൂപതയുടെ ഒരു കാരുണ്യത്തിൻ്റെ മുഖമെന്ന് വേണമെങ്കിൽ ഈ ഒരു സ്ഥാപനത്തെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ കണ്ണൂർ രൂപതയുടെ ഈ ആതുര സേവന പ്രവർത്തനങ്ങളിൽ വളരെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു 3-4 ഏരിയകളാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ രൂപതയുടെ പല ഭാഗങ്ങളിലും ചില ഡിസ്പെൻസറികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് നമ്മുടെ രൂപത വളരെ വിശാലമായി കണ്ണൂർ, കാസർഗോഡ് ഡിസ്ട്രിക്റ്റുകളിൽ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഡിസ്പെൻസറികളുടെ ആവശ്യം വളരെയധികം അത്യാവശ്യമുണ്ട്. കാരണം ഈ വില്ലേജുകളിലൊക്കെ ഹോസ്പിറ്റൽ സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ ഡിസ്പെൻസറികളുടെ ആവശ്യം വളരെയധികം അത്യന്താപേക്ഷിതമായിരുന്നു. അങ്ങനെ ഏകദേശം 5ഓളം വരുന്ന ഒരു ഡിസ്പെൻസറികൾ പല സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ കീഴിൽ സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെ നോക്കുമ്പോൾ ആതുര സേവന രംഗത്ത് ഒരു നല്ല കാൽവയ്പ്പുകളാണ് ഈ കണ്ണൂർ രൂപതയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. നമ്മൾ ഇതുവരെ കണ്ടതും തിരിച്ചറിഞ്ഞതും റോമൻ കത്തോലിക്ക സഭയിലെ കണ്ണൂർ രൂപതയുടെ ചരിത്രവിശേഷങ്ങളാണ്. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു രൂപതയുടെ ചരിത്രവിശേഷവുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം.